ലൈംഗിക അതിക്രമ കേസിൽ മുൻ എംഎൽഎയും സംവിധായകനുമായ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. കന്റോൺമെന്റ് പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ചലച്ചിത്രമേളയ്ക്കിടയിൽ സ്ക്രീനിങ്ങിന് എന്ന പേരിൽ സംവിധായകയെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നാണ് കേസ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രശാന്ത്, ഈ പി.ടി. കുഞ്ഞുമുഹമ്മദ് CPM സഹയാത്രികനാണ്. അതുകൊണ്ട് തന്നെ ഈ പി.ടിക്കെതിരെ കേസ് പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ തേച്ചുമാച്ച് കളയാനും ഉള്ള ഒരു നീക്കമുണ്ടായിരുന്നു. ഇഴഞ്ഞു നീങ്ങുന്നു അന്വേഷണമെന്ന് പരാതിക്കാർക്ക് തന്നെ പറയേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ത്വരിതഗതിയിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച പോലീസ് എന്തിന് ഇവിടെ ഒരു വൈകിപ്പിക്കൽ സമീപനം എന്ന ഒരു ചോദ്യം പ്രസക്തമായിരുന്നു. വലിയ പ്രതിഷേധമുണ്ടായിരുന്നു, വിമർശനമുണ്ടായിരുന്നുവെങ്കിലും ആ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് അല്ലേ? കുറ്റപത്രത്തിലെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? KP 1 മുതൽ 5 വരെ വർഷം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗികാതിക്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ P.T. കുഞ്ഞുമുഹമ്മദിനെതിരെ കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ചലച്ചിത്രമേളയ്ക്കിടയിലാണ് സ്ക്രീനിങ്ങിൻ്റെ പേരിൽ യുവ സംവിധായകയെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. തുടർന്ന് അപമാനിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. യുവ സംവിധായകൻ തന്നെയാണ് P.T. കുഞ്ഞുമുഹമ്മദിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അനുഭവമുണ്ടായി എന്ന് തുറന്നു പറയുന്നത്. എന്നാൽ അത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷം പോലും ഈ CPM സർക്കാർ, പിണറായി സർക്കാർ കുഞ്ഞുമുഹമ്മദിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിനോ ഒന്നും തയ്യാറായില്ല. പ്രത്യേകിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. വ്യാപക പ്രതിഷേധം ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് മേളക്കിടയിൽ തന്നെ ചലച്ചിത്ര പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി. അങ്ങനെ ആ പ്രതിഷേധം കനക്കുന്നൊരു സാഹചര്യം വന്നതോടുകൂടിയാണ് പ്രതിരോധ മാർഗം എന്ന നിലയിൽ CPM കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നത്. P.T. കുഞ്ഞുമുഹമ്മദിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്നത്. കുറ്റപത്രത്തിൽ ഈ 6ഓളം ചലച്ചിത്ര പ്രവർത്തകരുടെ സാക്ഷി മൊഴി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊഴി കൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിലാണ് ലൈംഗികാതിക്രമം, അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളെല്ലാം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇനി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. എന്തായാലും CPM നേതാവ് കൂടിയാണ്, CPM സഹയാത്രികൻ കൂടിയാണ് P.T. കുഞ്ഞുമുഹമ്മദ്. ആ കുഞ്ഞുമുഹമ്മദിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന നിലയിലേക്കുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ചലച്ചിത്രമേളക്കിടയിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കേസെടുക്കുന്നത് നമുക്കറിയാം. സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന പിണറായി സർക്കാരാണ്. ആ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചലച്ചിത്ര സർക്കാർ തന്നെ നടത്തുന്ന ഒരു സാംസ്കാരിക പരിപാടിയായ ചലച്ചിത്രമേളക്കിടയിൽ ഒരു യുവ സംവിധായകയ്ക്ക് ലൈംഗികാതിക്രമം ഉണ്ടാകുന്നു. എന്നാൽ അതിൽ ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും അതിൽ പരാതിക്കാരിയുടെ പരാതി പോലും സ്വീകരിക്കാതെ മറ്റ് ഈ കുറ്റം ചെയ്ത ആളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. P.T. കുഞ്ഞുമുഹമ്മദിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അതിനുശേഷം വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്ന ശേഷമാണ് ഇപ്പോൾ എന്തായാലും കുറ്റപത്രം കേസെടുക്കുന്നതും കേസിലെടുത്ത ശേഷം കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചെന്നെത്തിയിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.